കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. യക്ഷ ലൈവ് ടി വിയിലെ ഫംഗ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പരീക്ഷയൊക്കെ നമുക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ രക്ഷിതാക്കളുടെയും ചിന്ത മക്കളെ എങ്ങനെ എക്സാമിൽ ജയിപ്പിക്കാം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു ടൈമാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫംഗ്ഷു പ്രകാരം ശ്രദ്ധിക്കാം, അതിന് എന്തൊക്കെ ടൂൾസുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗം, അതായത് ഈശാന കോണാണ് ഫംഗ്ഷു പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന ഏതൊരു തരത്തിലുള്ള നെഗറ്റീവ് സംഭവങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഉറപ്പായിട്ടും ബാധിക്കും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ട് വലിയ നിർമ്മിതികൾ, ആ ഭാഗത്ത് മറച്ചുകൊണ്ടുള്ള നിർമ്മിതികൾ, ആ ഭാഗത്ത് വരുന്ന കിച്ചൺ, ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കും. നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ മിസ്സിങ്, ഇതെല്ലാം വിദ്യാഭ്യാസത്തെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 8 സ്ഫടിക ബോളുകൾ, ക്രിസ്റ്റൽ ബോളുകൾ 8 എണ്ണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനും പരീക്ഷകളിൽ പാസ്സാവാനും വളരെ നല്ലൊരു ടൂളാണ്. 8 ക്രിസ്റ്റൽ ബോളുകൾ ആ ഭാഗത്ത് നമുക്കൊരു പ്ലേറ്റിനകത്തിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുകയോ ചെയ്യാം. അത് ആ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഗോഡ ടവറാണ്. പഗോഡ ടവർ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാക്കാനായിട്ട് പഗോഡ ടവർ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൻ്റെ ലോക്കറ്റ് ഉണ്ട്, മാലയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം ക്രിസ്റ്റലുകൾ നമ്മളത് പ്രോഗ്രാം ചെയ്ത് കയ്യിലിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തെ ധരിച്ചുകൊണ്ടോ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ഇത് ഉപയോഗിക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇത് മാല അല്ലെങ്കിൽ ഇത് ലോക്കറ്റ് ഇട്ടുകൊണ്ട് പോകണം. കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് എടുത്ത് എഴുതാനായിട്ട് ഈ ഒരു ക്രിസ്റ്റൽസ് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ക്രിസ്റ്റൽ ഗ്ലോബും വിദ്യാഭ്യാസത്തിന് വളരെ ഗുണകരമായിട്ടുള്ള സാധനമാണ്. അത് സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റിൽ വയ്ക്കാം. വടക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക. കുട്ടികളെല്ലാം വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവുകയും നല്ല മാർക്കോടുകൂടി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.